നമസ്കാരം. ലഹരിക്കടത്തും ഉപയോഗവും നഗരങ്ങളിലെ പ്രശ്നമെന്ന പൊതുവായ ധാരണയ്ക്ക് അന്ത്യമാകുന്ന തരത്തിലാണ് ഗ്രാമപ്രദേശങ്ങളിലും മയക്കുമരുന്ന് വ്യാപകമായി കടന്നു കയറുന്നത്. അതിരുകടന്ന് വ്യാപാര ശൃംഖലകൾ പടർത്തിയ ലഹരി സംഘം പട്ടണത്തിനകത്തേക്ക് മാത്രം പരിമിതപ്പെടുത്താതെ ഗ്രാമീണ മേഖലകളെയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതായി അടുത്തിടെ നടന്ന ലഹരി വേട്ടകൾ വ്യക്തമാക്കുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടന്ന പരിശോധനകളിൽ പിടിയിലായവരിൽ ഭൂരിഭാഗവും നഗരപരിധിക്ക് പുറത്തു നിന്നുള്ളവരാണെന്നതും ഈ അവസ്ഥയെ കൂടുതൽ ഭീതിജനകമാക്കുന്നു. ചെറുപ്പക്കാരായ യുവാക്കളും വിദ്യാർത്ഥികളും അടക്കം പലരും ലഹരിക്കുരുക്കിൽ അകപ്പെടുന്നുവെന്ന റിപ്പോർട്ടുകളും അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ ഗൗരവമായ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. നിരവധി ഗ്രാമപ്രദേശങ്ങളിലേക്കും ഈ ആസക്തി പടർന്നു പിടിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട സാഹചര്യമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. 2 ആഴ്ചക്കിടെ സംസ്ഥാനത്ത് 1.664 കിലോഗ്രാം MDMA ആണ് പോലീസ് പിടികൂടിയത്. ഇതിൽ 400 ഗ്രാമോളം നഗരപരിധിക്ക് പുറത്തു നിന്നാണ് പിടികൂടിയത്. 180 കിലോ കഞ്ചാവ് പിടികൂടിയതിലും പകുതിയിലധികവും നഗരപ്രദേശത്തിന് പുറത്തു നിന്നാണ്. തൃശൂർ നഗരത്തിന് പുറത്തുനിന്ന് മാത്രം 2 ആഴ്ചക്കിടെ 28 കിലോഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. കോഴിക്കോട് റൂറൽ പ്രദേശത്ത് നിന്ന് 3 കിലോയോളം കഞ്ചാവും പോലീസിന്റെ ഡി ഹണ്ടിന്റെ ഭാഗമായി പിടികൂടി. ചിലതരം ലഹരി ഗുളികകൾ, ഹെറോയിൻ, ബ്രൗൺ ഷുഗർ എന്നിവയും നഗരപരിധിക്ക് പുറത്തുനിന്ന് പിടിച്ചെടുത്തവയിൽ ഉൾപ്പെടുന്നു. മാർച്ച് ആദ്യ ആഴ്ചയിൽ നടത്തിയ പോലീസ് റെയ്ഡിൽ 266 പേരാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരത്ത് അറസ്റ്റിലായ 49 പേരിൽ 43 പേരും നഗരപരിധിക്ക് പുറത്തുനിന്നാണ് പിടിയിലായത്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം ജില്ലകളിൽ ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലും വിൽപ്പന നടത്തിയതിലും കൂടുതൽ പേർ അറസ്റ്റിലായതും നഗരത്തിന് പുറത്തുനിന്നാണ്.